അതേസമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിലില്ല. നിർണായകമായ ചർച്ച നടക്കുമ്പോൾ ഇരുവരും ഹാജരായില്ല എന്ന വലിയ വിമർശനം പ്രതിപക്ഷം കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. To address the concern of the students of this country and youth of this country. Such an important bill, Honorable Prime Minister is not there, Home Minister is not there. Sir, before starting the bill, we need a clarification from the government. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് രാജ്യസഭ അതിനിടയിൽ ഇപ്പോൾ ലോക്സഭയിലാണ് ഈ ബില്ലിന്റെ ചർച്ചകൾ നടക്കുന്നത്. രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു. വിഷ്ണു പ്രകാശ് വരങ്ങളുമായി. വിഷ്ണു, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത്രയും വലിയ ചർച്ചയും ഇത്രയും വലിയ പ്രതിഷേധവും ഉണ്ടാകുമ്പോൾ സഭയിൽ എത്താത്തത്? രതീഷ, 10 മണിക്കൂർ നേരമാണ് ഇത്തവണ ചർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള സമയം. ലോക്സഭയിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DMK പ്രതിയായി ദയാനിധി മാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുടെ തന്നെ ഒരു സാധുത അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ദയാനിധി മാരൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് സംസാരിച്ചത് അഭിഷേക് ബാനർജിയാണ്. സർക്കാരിന്റെ ഭരണപരാജയം മറയ്ക്കാനാണ് ബിൽ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. പരാജയം വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ്, കൂടെ നിന്നത് ആരെന്ന് രാജ്യത്തിന്റെ യുവത്വം ഓർമ്മിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതിനു മുൻപ് അഖിലേഷ് യാദവ് സംസാരിച്ചപ്പോൾ കിരൺ റിജിജു അതിനിടയിൽ തടസ്സപ്പെടുത്തി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതിനെ സാധൂകരിക്കുകയാണോ എന്ന് അഖിലേഷ് യാദവിനോട് ചോദിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് താൻ കണ്ടിട്ടില്ല എന്നും, പക്ഷെ അവിടെ എന്താണ് നടന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കണ്ടു എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ചൂടേറിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളുമായി പാർലമെന്റിന്റെ ലോക്സഭയിൽ ഈ പുതിയ ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായ സമയത്ത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒരു അവിടെ ഇല്ലായ്മ, അവിടെ അവരുടെ സാന്നിധ്യമില്ലായ്മ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇരു സഭകളിലും ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചും അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ചുണ്ടാകുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയും വിവിധ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളും ശുപാർശകളും നടപ്പാക്കാത്തത് സംബന്ധിച്ചുമെല്ലാം തന്നെ പ്രതിപക്ഷം സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഗൗരവ് ഗൊഗോയിയാണ് ആദ്യമായി ഇന്ത്യ മുന്നണി ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കാൻ ഇറങ്ങിയത്. തൊട്ട് പിന്നാലെ മറുപടിയുമായി ബാൻസുരി സ്വരാജ് രംഗത്തെത്തി. മറുശേരിയിൽ നിന്ന് അഭിഷേക് ബാനർജിയും ഇപ്പോൾ ദയാനിധി മാരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയാനിധി മാരൻ DMK നേതാവ്, ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിനുള്ള MP ദയാനിധി മാരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് ലോക്സഭയിൽ. Do not force NEET on our young children. Thank you, sir. Let's ban NEET. Thank you. Honorable Member Sri Lagu Sri Krishnaji സംസാരിക്കുകയായിരുന്നു ലോക്സഭയിൽ. ചർച്ച തുടരുകയാണ് ലോക്സഭയിൽ.